PSC പോലുള്ള ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിയമനിർമ്മാണം നടത്തി ലോക്സഭ. പരീക്ഷയിൽ സ്വീകരിക്കുന്ന അന്യായമായ നടപടികൾ കർശനമായി നേരിടാൻ നിർദ്ദേശിക്കുന്ന ബിൽ ലോക്സഭ പാസാക്കി. നിയമലംഘനം നടത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ് പുതിയ നിയമം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന നിർദ്ദിഷ്ട നിയമം മികവുറ്റ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്നും പബ്ലിക് എക്സാമിനേഷൻ ബിൽ 2024 പൈലറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുകയും പരീക്ഷകൾ റദ്ദാക്കുന്നതിന് കാരണമാകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നിയമങ്ങൾ കർശനമാക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ധനലാഭത്തിനായി അന്യായമായ മാർഗങ്ങളിൽ ഏർപ്പെടുന്ന സംഘടിത സംഘങ്ങളെയും സ്ഥാപനങ്ങളെയും തടയുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. വഞ്ചനാപരമായ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 5 മുതൽ 10 വർഷം വരെ തടവും കുറഞ്ഞത് 1 കോടി രൂപ പിഴയും ലഭിക്കും. എന്നിരുന്നാലും ബിൽ അതിൻ്റെ വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംരക്ഷിക്കുന്നു. അതേസമയം പ്രതിപക്ഷ അംഗങ്ങൾ നിർദ്ദേശിച്ച ചില ഭേദഗതികൾ തള്ളിയാണ് ലോക്സഭ ബിൽ പാസാക്കിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.